ഇതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുത്ത് സകല ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും മറികടക്കാൻ സാധിക്കും. ഇതിൽ വിജയം കൈവരിക്കുന്നവർ രക്ഷപ്പെടും, അല്ലാത്തവർ പുനരഭിജനനം പുനരഭിമരണം ചക്രത്തിലൂടെ കടന്നു. ആരാണോ ഭക്തിയോടെ എന്നെ, ഉറക്കെ കേൾക്കണം, ആരാണോ ഭക്തിയോടെ എന്നെ ഭജിക്കുന്നത്, നമുക്ക് ആവർത്തിക്കുകയാണ് ആ വാക്ക്, ആ ഭജിക്കുന്നവരുടെ നേരെ ഞാൻ കണ്ണു തുറക്കും. സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ വരികളാണത്. ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ കഥകളും, ഭഗവാന്റെ ലീലാ കഥകളെല്ലാം, ഇതെല്ലാം മാനവരാശിക്കുള്ള സന്ദേശങ്ങളാണ്. ഒരു നല്ല ജീവിതം വാർത്തെടുക്കാൻ, ഒരു പോസിറ്റീവ് ലൈഫ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കുറേ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ടിപ്സുകൾ, വഴികൾ, മാർഗങ്ങൾ കാണിച്ചു തരികയാണ്. അപ്പം നമുക്കാണ് ഈ കഥകൾ നിർദ്ദേശങ്ങൾ തരുന്നത്. കഥകളെ കഥകളായി മാത്രം കേട്ടുപോയാൽ ഇതിലൂടെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പരിവർത്തനം നഷ്ടപ്പെടും. കഥകൾക്ക് കാലാനുസൃതമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഥകളുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്. കഥകളുടെ ആത്യന്തിക ലക്ഷ്യം, ഭാഗവത കഥകളുടെയൊക്കെ ലക്ഷ്യം എന്താണ്? ഭാഗവതത്തിൽ 12-ാം സ്കന്ധത്തില് 13-ാം അധ്യായത്തില് 12-ാം ശ്ലോകത്തില് ഏറ്റവും ഒടുവിലത്തെ സ്കന്ധം, ഏറ്റവും ഒടുവിലത്തെ ചാപ്റ്റർ, അതിൽ 12-ാം ശ്ലോകത്തില് വേദവ്യാസ മഹർഷി പറയും, സർവ വേദാന്തസാരം യത് ബ്രഹ്മാത്മൈക്യ ലക്ഷണം. ആ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രഹ്മ ആത്മ ഐക്യ ലക്ഷണം എന്നാണ്. അതായത് നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് മനസ്സിലാക്കാതെ വന്നിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് അറിയില്ല, നമുക്ക് എന്താണെന്ന് അറിയില്ല. നമ്മുടെയൊക്കെ ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്കുള്ളൊരു സങ്കല്പങ്ങൾ, ചിന്തകളൊക്കെ നമ്മളെന്തോ പ്രാരബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കാൻ വന്നവരാണ്. എന്നാൽ ഈ ഒരൊറ്റ വാക്ക്, ബ്രഹ്മ ആത്മ ഐക്യ ലക്ഷണം, ഞാൻ എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ ബോധത്തിൻ്റെ, ബ്രഹ്മത്തിൻ്റെ അംശമാണ്. അതാണ് ജീവാത്മാവെന്ന ഭാവം. അപ്പൊ ജീവാത്മഭാവത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക, ബ്രഹ്മത്തിലേക്ക് എത്തിക്കുക, ഇതാണ് ഈ കഥകളുടെയൊക്കെ ലക്ഷ്യം. വസ്തു അദ്വിതീയം, നമ്മളും ഭഗവാനും ഒന്നായിത്തീർന്ന്, അദ്വിതീയം എന്ന് പറഞ്ഞാൽ ദ്വൈതമില്ലാത്തൊരവസ്ഥ, രണ്ടില്ലാത്തൊരു അവസ്ഥ. ഇപ്പോൾ കടലും പുഴയും ഉണ്ടെങ്കിൽ അത് രണ്ടായി. കടൽ തന്നെയാണ് പുഴ, രണ്ടും വെള്ളം തന്നെയാണ്. പക്ഷെ കടൽ കടലായിട്ടും പുഴ പുഴയായിട്ടും ഇരിക്കുകയാണ്. പുഴയെ സംബന്ധിച്ച് അതിനൊരു ഒഴുക്കുണ്ട്, തീരങ്ങളുണ്ട്, അങ്ങനെ പലതുമായിട്ട് ചേർന്ന് പോരുകയാണ് പുഴ. എന്നാൽ ഒരിക്കൽ ഈ പുഴ കടലിലേക്ക് ചേർന്നാൽ പിന്നെ അത് പൂർണ്ണമായൊരു കടലാണ്. ഇതുപോലെയാണ് നമ്മളിലൊക്കെ ഒരു പൂർണ്ണതയിലേക്കുള്ള ഒരു ഒഴുക്കുണ്ട്, പൂർണ്ണതയിലേക്കുള്ള ഒരു ലയമുണ്ട്. അപ്പം അതിലേക്ക് എത്താനാണ് ഞാൻ ഭാഗവതം കേൾക്കുന്നത്. വസ്തു അദ്വിതീയം, കൈവല്യക പ്രയോജനം. അപ്പോഴാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥമായ സുഖവും ശാന്തിയും സന്തോഷവും സംതൃപ്തിയും സമാധാനവും നമ്മൾ അനുഭവിക്കുന്നത്. പൊതുവെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാം അനുകൂലമാകുമ്പോൾ സന്തോഷവും എല്ലാം പ്രതികൂലമാകുമ്പോൾ ദുഃഖവുമാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, പ്രതികൂലമായത് പോലും നമ്മളെ അലട്ടാത്തൊരു മാനസിക അവസ്ഥ നമുക്കുണ്ട്.
മനസ്സിനെ അതിൽ നിന്ന് പാടെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നൊരവസ്ഥ. അതാണ് കൈവല്യം എന്ന് പറയുന്നത്. കൈവല്യം എന്ന് പറഞ്ഞാൽ ഏതിൽ ഒട്ടി നിൽക്കുന്നതിൽ നിന്നും മാറുവാനുള്ള കഴിവിനെയാണ് കൈവല്യം എന്ന് പറയുന്നത്. ഒന്നും ഒട്ടിപ്പിടിക്കാത്തൊരവസ്ഥ, അതൊരു സ്വാതന്ത്ര്യമാണ്. ആ ഒരു പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം അത് നമ്മുടെ ഉള്ളിൽ ശക്തിയായി മാറണം. ഇപ്പം നമ്മളിൽ ആ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അതിന് ശക്തിയില്ലാത്തതുകൊണ്ട് അതിനെ നമുക്ക് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇപ്പം ഒരു കൊച്ചുകുട്ടി അമ്മയിൽ ഒട്ടി നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞ് കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ അമ്മ തന്നെ വിചാരിച്ചാലും അമ്മയുടെ അടുത്ത് പിടിച്ചു നിർത്താൻ സാധിക്കാതെ വരും. അതിന് കൂട്ടുകാരന് കൂടെ പോകണം, അതിന് കളിക്കണം. പിന്നെ അമ്മയുടെ കൂടെ ഒരിക്കലും അത് നിൽക്കുന്നത് ഇല്ല. ഇതുപോലെ നമ്മളിൽ സാധന അനുഷ്ഠിച്ച് നമ്മുടെ ദുരിതങ്ങളിൽ നിന്നും മനസ്സ് പൊട്ടലിൽ നിന്നും മാറുന്നൊരവസ്ഥ, ഇതിനെ കൈവല്യം എന്ന് പറയും. അപ്പം മനുഷ്യ മനസ്സ്, ഇതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുത്ത് സകല ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും മറികടക്കാൻ സാധിക്കും. അതിനൊരു വലിയ പരിശീലനമാണ് ആവശ്യം, പ്രയത്നമാണ് ആവശ്യം. ഇത് ചെയ്യാൻ നമുക്ക് പ്രേരണയും പ്രചോദനവും പ്രോത്സാഹനവും തരുന്ന ഒരു കൃതിയാണ് ശ്രീമദ് ഭാഗവതം. ഇതെപ്പോഴും ഓർമ്മ വേണം. എന്നെ പരിവർത്തനം വരുത്താൻ, എന്നെ പരിശീലിപ്പിക്കുന്ന, എനിക്ക് പ്രോത്സാഹനം തരുന്ന ഒരു കൃതിയാണ് ശ്രീമദ് ഭാഗവതം. അപ്പം ഇത് കഥയല്ല എന്നർത്ഥം, ഇതൊരു പ്രചോദനത്തിൻ്റെ ഗ്രന്ഥമാണ്. അപ്പം അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് പ്രയത്നിച്ചാൽ നമുക്ക് സകല ദുരിതങ്ങളെയും മറികടക്കാൻ സാധിക്കും. ആ കരുത്ത് നമുക്ക് നേടാം. എന്ന് മാത്രമല്ല, അവസാനം ജീവാത്മാവിനെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ വലിയൊരു ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പം ആരും ഇവിടെ ദുഃഖിക്കാനോ പരിഭവപ്പെടാനോ വിഷമങ്ങൾ അനുഭവിക്കാനോ പ്രാരബ്ധങ്ങൾ അനുഭവിക്കാനോ അല്ല വന്നത്. അതൊക്കെ ഒരു ഭാഗത്തുണ്ടാവാം, അതെല്ലാം ഒരു ഭാഗത്തുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ മനസ്സിനെ വേർപ്പെടുത്തിയെടുക്കുക. ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സിനെ, കെട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സിനെ, അതിൽ മുറുകി പിടിച്ചിരിക്കുന്ന മനസ്സിനെ അതിൽ നിന്നും അടർത്തിയെടുക്കാൻ, ആ അടർത്തിയെടുത്ത് അതിനെ സ്വതന്ത്രമാക്കി അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക. ഇതിൽ വിജയം കൈവരിക്കുന്നവർ രക്ഷപ്പെടും, അല്ലാത്തവര് പുനരഭിജനനം പുനരഭിമരണം ചക്രത്തിലൂടെ കടന്നു. കാരണം ഈ പിടിച്ചിരിക്കുന്ന സാധനം കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ പിടിച്ചാൽ നമ്മളും ഈ ഉത്സവ പറമ്പിലൊക്കെ കൊണ്ടുവയ്ക്കില്ലേ, ബിഗ് ജയന്റ് വലിയ വീല് കൊണ്ടുവയ്ക്കും. നിങ്ങൾ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ആ സർക്കസുകാരൻ അത് ഓഫാക്കാതെ ചായ കുടിക്കാൻ പോയുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങളെ അതിൻ്റെ മുകളിൽ ഇരുത്തിയിട്ട് അവനത് ഓണാക്കിയിട്ട് ചായ കുടിക്കാൻ പോയാലുള്ള അവസ്ഥ ആലോചിക്കും. ഇനി അതും പോട്ടെ, അതിൻ്റെ മോട്ടർ കേടുവന്നു, അത് നിൽക്കുന്നില്ല, സ്വിച്ച് ഓഫ് ചെയ്തിട്ടും നിൽക്കുന്നില്ല, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഒന്നുമില്ല, പ്രാണം പോവും, അത്രയേ ഉള്ളൂ. അല്ലേ? ശരിയല്ലേ? ഇത് ആണോ അല്ലയോ? ചിലർ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. ഓടുന്ന ട്രെയിനിൽ എങ്ങനെയെങ്കിലും ചാടിക്കയറാൻ ശ്രമിക്കുന്ന പോലെ. അത് അപകടം ഉണ്ടാക്കും. കാരണം ഓടുന്ന ട്രെയിനാണ്. അതിൽ വെറുതെ അഭ്യാസം കളിച്ചിട്ട് ചിലപ്പോൾ അതാണല്ലോ കയ്യും കാലും ഒടിഞ്ഞ് കിടക്കണമൊക്കെ കേൾക്കാറ് അല്ലേ ചിലരൊക്കെ. ആണോ? ചില സർക്കസിലൊക്കെയാണ് നമ്മളിങ്ങനെ അഭ്യാസങ്ങളൊക്കെ കാണാം. ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറുന്നതും അഭ്യാസങ്ങളൊക്കെ കാണിക്കും. ഇവിടെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാസനയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സിനെ ആ വാസനയുടെ പിടിയിൽ നിന്നും എന്ത് ചെയ്യണം? അടർത്തിയെടുത്ത് മാറ്റിയെടുത്ത് അതിനെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക. അപ്പൊ വേർപ്പെടുത്തുക, പൂർണ്ണതയിലേക്ക് നയിക്കുക. ഈ വേർപ്പെടുത്തുന്നതിനെ വൈരാഗ്യം എന്ന് പറയും. പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിനെ
വിജ്ഞാനം എന്ന് പറയും. ഈ വിജ്ഞാനവും വൈരാഗ്യവും ഇത് ഭാഗവതത്തിൻ്റെ വലിയ സന്ദേശമാണ്. അതാണ് കഥകൾക്കൊക്കെ ഉള്ളിൽ ഈ വിജ്ഞാന വൈരാഗ്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് ഭാഗവതത്തിൽ 12-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകത്തിൽ ഓർമ്മപ്പെടുത്തും. 12-3-14 കഥാ ഇമാംസ്തേ കഥിതാമഹീയസാം വിധായ ലോകേഷു യശപ്പരേഷാം വിജ്ഞാന വൈരാഗ്യ വിപക്ഷയോ വിഭോ വജോ വിഭൂതിർനതു പാരമാർത്ഥ്യം. ഈ കഥകളിലൊക്കെ അതാണ് ഭൂരിപക്ഷം ആളുകളും കഥകൾ കേട്ടു പോവുകയാണ്. ഭാഗവത സപ്താഹങ്ങൾക്കൊന്നും ഒരു കുറവില്ല, പക്ഷെ എല്ലാവരും കഥകൾ കേട്ടു പോവുകയാണ്. ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, കഥകളൊക്കെ നതു പാരമാർത്ഥ്യം എന്ന് പറയുന്നുണ്ട്. ഇത് പരമാർത്ഥമായി കരുതിപ്പോവരുത്. ഇതെല്ലാം വിജ്ഞാന വൈരാഗ്യ വിപക്ഷയോ വിഭോ. ഓരോരുത്തരിലും വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതായത് പണിയെടുക്കണം എന്നർത്ഥം, മെനക്കെടണം എന്നർത്ഥം, കഷ്ടപ്പെടണം എന്നർത്ഥം, ബുദ്ധിമുട്ടണം എന്നർത്ഥം. എന്നാലേ വാസനകളിൽ കുരുങ്ങിക്കിടക്കുന്ന മനസ്സിനെ അടർത്തിയെടുക്കാൻ, വേർപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. എങ്കിലേ അതിനെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ നമുക്ക് അവർക്ക് പറയൂ. നിങ്ങളൊക്കെ പശുവിനെ വളർത്തുന്നവരാണെങ്കിൽ, പശുവിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ കുഞ്ഞ് അമ്മയായിട്ട് അത്രയും ചേർന്ന് അത് രാവിലെ പശുവിനെ പാല് കറക്കുമ്പോൾ കുട്ടിയല്ലേ ആദ്യം കുടിക്കുക, ആണോ? പിന്നെ കുട്ടിയെ മാറ്റി നിർത്തിയിട്ട് ബാക്കി നിങ്ങൾ മോഷ്ടിക്കുക ചെയ്യണത്, അല്ലേ? ആണോ അല്ലയോ? ആ സമയത്ത് കുട്ടി അതിൻ്റെ അകത്തുനിന്ന് വിട്ടുപോകില്ല. അങ്ങനെ കുട്ടിക്ക് ആ പാല് കുടിച്ചതിൻ്റെ ഒരു ഹരം കയറി പിടിച്ചിട്ടുണ്ടാവും. നിങ്ങളും ആ കുട്ടിയും തമ്മിലൊരു മൽപ്പിടുത്തുണ്ടാവും. എന്താണ് മൽപ്പിടുത്തം? കുട്ടിക്ക് അമ്മയുടെ പാല് കുടിക്കണം, നിങ്ങൾക്കാണെങ്കിൽ അത് ചോർത്തണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ആ പശുക്കുട്ടിയെ ബലാത്കാരേണ അവിടുന്ന് വലിച്ചു മാറ്റി, ആണോ? ആ കുട്ടിയാണെങ്കിലോ വീണ്ടും വീണ്ടും കുടിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് തുള്ളിക്കളിക്കും. ഇനി ആ കറവ് കഴിഞ്ഞ് നിങ്ങളതിനെ വിട്ടാൽ എങ്ങനെ ഉണ്ടായിരിക്കും? കറവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പശുക്കുട്ടിയെ വിട്ടാൽ അതിൻ്റെ സ്പീഡ് എങ്ങനെ ഉണ്ടാവും? ഒരൊറ്റ പോക്കാണത്. കാരണം അതിനെത്രയും വേഗം അത് നോക്കുമ്പോഴൊക്കെ മോഷ്ടിച്ച് കഴിഞ്ഞു. പിന്നെ അത് കിടന്ന് ഇടിയും പിടിയും ഒക്കെ ആയിട്ട്, അല്ലേ? ഈ പശുക്കുട്ടി ഇടിക്കുക അതിൻ്റെ അക്കിട്ടില്, ആണോ? അങ്ങനെയൊക്കെയാണ് വീണ്ടും അത് ചുരത്തി കൊടുക്കത്തിരിക്കുന്നത്. അപ്പോൾ എന്നതുപോലെയാണ് വാസനയാകുന്ന പശുവിൽ നിന്ന് മനസ്സൊരിക്കലും വേർപെട്ടു പോരില്ല. മനസ്സതിൽ തന്നെ ഒരുങ്ങിക്കിടക്കും. ഇവിടെയാണ് അതിനെ വേർപ്പെടുത്തിക്കൊണ്ട് നമുക്കതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കണം. വേർപ്പെടുത്തിയാൽ ദുരിതങ്ങളില്ല. അതെപ്പോഴും ഓർക്കുക. വേർപ്പെടുത്താത്തോടത്തോളം കാലം ദുരിതങ്ങൾ അനുഭവിക്കും. നിങ്ങൾ ഏത് ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ഏത് ദൈവത്തെ കണ്ടിട്ടും കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ ദുരിതത്തിൽ മുറുകെ പിടിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഒരാശ്വാസം കിട്ടും. അതാണ് പലരും അമ്പലത്തിൽ പോകുമ്പോൾ പറയുക, ഈ ഭാഷ നിങ്ങൾ ഉപയോഗിക്കരുത്. എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയാ മനസ്സമാധാനത്തിന് പോകണമെന്നാണ്. നിങ്ങൾ പറയാറുണ്ടോ ആ ഭാഷ? ഇപ്പം ആരും പറയില്ലായിരിക്കും, പക്ഷെ ഉള്ളിലിരിപ്പം അതാണ്. എല്ലാവരുടെ ഉള്ളിൽ അതാണ് ഭാഷയുള്ളത്. എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? മനസ്സമാധാനത്തിനല്ല, മനോബലം നേടുവാനാണ്. മനസ്സമാധാനം എന്നത് താൽക്കാലികമായി കിട്ടുന്ന ഒരു ആശ്വാസമാണ്, താൽക്കാലികമായി കിട്ടുന്ന ഒരു തലോടലാണിത്. പക്ഷെ മനോബലം എന്നത് നിരന്തര പരിശീലനം കൊണ്ട് കിട്ടുന്ന ശക്തിയാണത്, കരുത്താണത്, ഊർജമാണത്. ആ മനോബലം കിട്ടാൻ നിരന്തരമായ പ്രയത്നം തന്നെ വേണം. അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്നത് സമാധാനത്തിനല്ല, അമ്പലത്തിൽ പോകുന്നത് മനോബലത്തിനാണ്. അത് പലർക്കും അറിയുന്നില്ലേ, പാപം. അതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയാൽ സമാധാനം കിട്ടും, പിന്നെ സാധനവും കിട്ടും.
പായസമായിട്ടോ അപ്പമായിട്ടോ ഒക്കെ കിട്ടും. ഗുരുവായൂരിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടാനുണ്ട്, കളഭമുണ്ട്, അതൊക്കെ കിട്ടും. പക്ഷേ മനോബലം കിട്ടാൻ അതിന് നല്ലവണ്ണം പ്രയത്നിക്കണം. അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ചു കൃഖ്യതേ. ഭഗവാന്റെ അടുത്ത് നിൽക്കുമ്പോൾ അർജുനന് മനസ്സമാധാനമുണ്ട്, മനസ്സിന് ആശ്വാസമുണ്ട് അർജുനന്. പക്ഷെ മനോബലമില്ല. അതാണ് അർജുനൻ ചോദിക്കുന്നത്. ഗീതയിൽ 6-ാം അധ്യായത്തിലെ 34-ാം ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട്, കൃഷ്ണ, അങ്ങേ കാണുമ്പോൾ എനിക്ക് മനസ്സമാധാനമുണ്ട്. അതുതന്നെയാണ് അമ്പലത്തിൽ പോകുന്നവർക്കൊക്കെ കിട്ടുന്നത്. ആ ശ്രീകോവിലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്ത് കിട്ടും? മനസ്സമാധാനം കിട്ടും. ഈ മനസ്സമാധാനം വീണ്ടും പോകുന്നതുകൊണ്ടാണ് വീണ്ടും അമ്പലത്തിൽ പോകണം തോന്നുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് മനസ്സമാധാനത്തിന് ഇപ്പോൾ ആൾക്കാർ വൈകുന്നേരം പോകുന്നില്ലേ, മനസ്സമാധാനത്തിന് പോകുന്നില്ലേ? ക്യൂ നിൽക്കുന്നതും മനസ്സമാധാനത്തിനാണ്. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ആളുകൾ കൃത്യം വൈകുന്നേരം ക്യൂ നിന്ന് കഴിക്കണില്ലേ? അവരും വലിയ ഭക്തന്മാരാണ് കേട്ടോ. ഈ ക്യൂ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നവരും ഭക്തന്മാരൊക്കെയാണ്. അവരുടെ മന്ത്രം അതാണ്, റാം റാം റാം. റാം എന്നല്ല പറയുന്നത്, റാം എന്നാണെന്ന് മാത്രം. ഒരു സ്പെല്ലിംഗ് മാറ്റിയാൽ അവരും റാം റാം രാം റാം രാം എന്ന് പറയുന്ന പരമഭക്തന്മാരാണ് അവര്. അപ്പൊ ഈ തരത്തിൽ മനസ്സമാധാനം അവർക്കും കിട്ടുന്നുണ്ട് ഇല്ലേ? വെള്ളം കുടിച്ചവൻ ഉപദ്രവമില്ലേ, റോഡിൽ കടന്നോളും, അല്ലെങ്കിൽ വീട്ടിൽ കടന്നോളും അവൻ. അമ്പലത്തിൽ പോകുന്നവനും മനസ്സമാധാനത്തിന് പോകുന്നെങ്കിൽ ഞാൻ പറയും ഇവർ രണ്ടു കൂട്ടരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരുത്തൻ കള്ളു കുടിക്കുന്നില്ല എന്നുള്ളൂ. അവനും അഡിക്റ്റഡ് ആണ്, ഇവനും അഡിക്റ്റഡ് ആണ്. കാരണം ഇവനും വീണ്ടും വീണ്ടും സമാധാനത്തിന് എവിടെ പോകണം? ഭഗവാനെ കാണാൻ. അർജുനൻ പറയണു, അങ്ങയുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സമാധാനമുണ്ട്. പക്ഷെ എനിക്ക് മനസ്സമാധാനം അല്ല വേണ്ടത്. കാരണം എൻ്റെ മനസ്സ് എനിക്കറിയാം വളരെ ചഞ്ചലമാണ്. എപ്പോൾ വേണമെങ്കിലും കൈവിട്ടു പോവും, എപ്പോൾ വേണമെങ്കിലും തളർന്നു പോവും, എപ്പോൾ വേണമെങ്കിലും മാനസികമായി ഞാൻ അസ്വസ്ഥനാവും. നോക്കൂ നിങ്ങൾ, ഗീതയിലെ 34-ാം ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്ന ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാധി ഫലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. എൻ്റെ മനസ്സ് വളരെ ചഞ്ചലമാണ് കൃഷ്ണ. ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ വന്നാൽ മനസ്സിൻ്റെ സമചിത്തത, മനോനില തെറ്റിപ്പോകുന്നു കൃഷ്ണ. എങ്ങനെ എൻ്റെ മനസ്സിനെ ഒന്ന് സ്റ്റഡിയാക്കും എന്ന് വെച്ചാൽ മനോബലം എങ്ങനെ ഞാൻ നേടും? അപ്പൊ കൃഷ്ണൻ പറയുന്ന മറുപടി നോക്കൂ നിങ്ങൾ. കൃഷ്ണൻ അതിന് കൊടുക്കുന്ന മറുപടി ശ്രീ ഭഗവാനുവാച 35-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. തൻ്റെ അടുത്ത് നിൽക്കുന്ന ശിഷ്യനായ അർജുനനോട് പോലും കൃഷ്ണൻ പറയണത്, എന്നെ തൊഴുതു നിന്നോളൂ, നിനക്ക് മനോബലം കിട്ടുമെന്ന് പറഞ്ഞില്ല. അഭ്യാസേനത് കൗന്ദേയ. തന്നോട് ചേർന്ന് നിൽക്കുന്ന അർജുനനോട് പോലും കൃഷ്ണന് പറയാനുള്ളത്, നിനക്ക് മനോബലം വേണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ നീ എന്ത് ചെയ്യണം? പ്രയത്നം ചെയ്യണം, അഭ്യാസം ചെയ്യണം. എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഉയർത്താൻ, ശക്തിപ്പെടുത്താനുള്ള ചില പരിശീലനങ്ങൾ, പ്രാക്ടീസ് നീ ചെയ്യണം. അപ്പൊ നോക്കൂ, ഒരു പരിശീലനവും ചെയ്യാതെ തൊഴുതുപോയത് കൊണ്ട് വല്ലതും കിട്ടാൻ പോണ്ടോ? പറയൂ. അർജുനൻ ജീവിച്ചിരുന്ന കൃഷ്ണന്റെ അടുത്തിരിക്കുന്ന ആളാണ്. ആരുടെ അടുത്ത്? ജീവനോടെയുള്ള കൃഷ്ണന്റെ അടുത്തിരിക്കുന്ന ആളാണ്. ആ കൃഷ്ണന് പറയാനുള്ളത്, മനോബലം കിട്ടണമെങ്കിൽ അതിന് പരിശീലനം ചെയ്യണം എന്നാണെങ്കിൽ അതല്ലേ നമുക്കൊക്കെ ചെയ്യാനുള്ളത്? ആണോ? അപ്പം അതിലേക്ക് നമ്മളെ വഴിതെളിയിക്കുന്ന കഥകളാണ് ഭാഗവതത്തിലെ കഥകൾ. ഇതിങ്ങനെ പറഞ്ഞു പോയാൽ നമ്മുടെ സമയം കഥയ്ക്കുണ്ടാവില്ല, അത് മാത്രം. ഇതിനിടയിൽ കഥയുടെ സമയം തീർന്നു. ഇപ്പം ഞാൻ 1-2 കഥകളൊക്കെ അവിടെ ഇവിടേക്ക് എടുത്തിട്ട് പോവാണ്. കാരണം ഇത് മുഴുവൻ തൊടാൻ പറ്റില്ലേ നമുക്കതൊരു സാഗരമാണ്. പ്രധാനപ്പെട്ട കഥയായ പൂതനാമോക്ഷം, അതിന് ശേഷമാണ് നമ്മൾ 8-ാം അധ്യായം കണ്ടെങ്കിലും 6-ാം അധ്യായത്തിൽ പൂതനാമോക്ഷം. ഇപ്പം കൃഷ്ണൻ ജനിച്ച ഉടനെ തന്നെ കൃഷ്ണനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോയ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഏതായാലും ഗോകുലത്തിൽ
യശോദാദേവിയുടെ വീട്ടിൽ തൊട്ടിൽ കിടക്കുന്ന കൃഷ്ണനെ കംസന്റെ നിയോഗപ്രകാരം കൊല്ലാൻ വരുന്ന പൂതന. അപ്പൊ കംസൻ മനസ്സിലാക്കി തന്നെ കൊല്ലാനുള്ള കുട്ടി എവിടെയോ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു വലിയ ദൗത്യം കൊടുത്തു. ഈ മുനിസിപ്പാലിറ്റിക്കാർ പട്ടിയെ പിടിക്കാൻ ഉത്തരവാദിത്വം കൊടുക്കുന്ന പോലെയാണ് ഏത് കംസൻ കുട്ടികളെ കൊല്ലാൻ ചിലർക്ക് ഉത്തരവാദിത്വം കൊടുത്തത്. എനിക്ക് തോന്നുന്നു കംസന്റെ ഈ സഹോദരിമാർ ഇപ്പോഴും കേരളത്തിലുണ്ടോ എന്നും. കാരണം ഈ കുട്ടികളെ കൊല്ലുന്ന കുറെ വർഗം ഇപ്പോഴും ഉണ്ടല്ലോ ഇവിടെ, ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വരാറുമുണ്ട്. അതിൽ പൂതനയാണ് കുഞ്ഞിനെ കൊല്ലാനുള്ള ദൗത്യവുമായി ആദ്യം പുറപ്പെട്ടത്. അവളാണെങ്കിൽ ഹ്യൂമൻ ബോംബ്, പണ്ട് തന്നെ മനുഷ്യന്റെ ബോംബുകൾ ഇങ്ങനെയൊക്കെയാണ്. വിഷം തൻ്റെ മുലയിലൊക്കെ പുരട്ടി കുഞ്ഞിന് പാല് കൊടുക്കുന്ന വ്യാജേന ആ വിഷം കുട്ടിക്ക് കൊടുത്ത് കുട്ടിയെ കൊല്ലുക എന്നായിരുന്നു പൂതനയുടെ ലക്ഷ്യം. ഇവള് ഗോകുലത്തിലെത്തി. കൃഷ്ണൻ തൊട്ടിൽ കിടക്കുന്നു, തൊട്ടടുത്ത തൊട്ടിൽ ബലരാമനുണ്ട്. ഇവൾ അങ്ങോട്ട് കാല് വെക്കുമ്പോൾ തന്നെ ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. ചരാചരാത്മാ നിമീലിദക്ഷണ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ഇത് ദശമസ്കന്ധം 6-ാം അധ്യായം. ഇത്തരം ശ്ലോകങ്ങളാണ് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടേണ്ടത്. 6-ാം അധ്യായത്തിൽ 8-ാമത് ശ്ലോകത്തിൽ പറയും, വിബുദ്ധ്യതാം ബാലകമാരികാഗ്രഹം ചരാചരാത്മാ സ നിമീലിദക്ഷണ എന്നൊരു പ്രയോഗമുണ്ട്. ആ വാക്കുകൾ ഉപയോഗിച്ചു നോക്കൂ നിങ്ങൾ. ചരാചരാത്മാ, ചരാചരങ്ങളുടെ ആത്മാവായ ഭഗവാൻ ആ പൂതന അങ്ങോട്ട് കയറിയപ്പോൾ എന്ത് ചെയ്തു എന്നാ പറയണത്? നിമീലിദക്ഷണ, കണ്ണുകൾ അടച്ചു എന്നാണ്. അപ്പൊ എന്തേ ഭഗവാൻ കണ്ണുകൾ അടയ്ക്കാൻ കാരണം? ചോദ്യം നമ്മളാ ചോദിക്കേണ്ടത്. അപ്പൊ നമുക്ക് പല ഉത്തരങ്ങൾ പലരും പറയും. പൂതനയാണെങ്കിൽ നല്ല സുന്ദരിയുടെ വേഷമൊക്കെ കെട്ടിയിട്ട് വന്ന് അവളുടെ ഒറിജിനൽ ഭാവം മറച്ചു വെച്ചിട്ട്, ഈ വേഷമൊക്കെ അഴിച്ചു മാറ്റിയാൽ അവളുടെ സ്വഭാവം വേറെയാണ്. അവളുടെ റിയൽ രൂപത്തിലല്ല ആര് വന്നത്. അപ്പൊ അത് കാണണ്ട എന്ന് വെച്ചിട്ടാണോ കൃഷ്ണൻ കണ്ണടച്ചത്? അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇന്ന് ഭഗവാൻ ഗുരുവായൂരപ്പൻ കണ്ണടച്ചുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം ആരെയും ഇപ്പോൾ ഒറിജിനൽ രൂപത്തിൽ കാണാൻ ബുദ്ധിമുട്ടാണ് ഭഗവാന്. കാരണം ഭഗവാൻ അറിയും ഇതൊക്കെ ഗോദറേജും പല കമ്പനികളും ചേർന്നാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഭഗവാൻ ഗുരുവായൂരപ്പൻ മിക്കവാറും എന്ത് ചെയ്യേണ്ടി വരും? ചരാചരാത്മ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ നിമീലിദക്ഷണ, കണ്ണുകൾ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കുമോ ഭഗവാൻ കണ്ണുകൾ അടച്ചത്? ആയിരിക്കുമോ? എന്തിനായിരിക്കും ഭഗവാൻ കണ്ണടച്ചത്? അപ്പൊ അതാണ് നമ്മൾ ഈ വാക്കുകളുടെ അർത്ഥം കണ്ടുപിടിക്കുക. പൂതന, ആ വാക്കിന്റെ അർത്ഥമാണ് പ്രധാനം. പൂതം എന്ന സംസ്കൃത ശബ്ദത്തിനർത്ഥം പവിത്രം, പരിശുദ്ധം എന്നാണ്. വിഷ്ണു സഹസ്രനാമത്തിൽ പൂതം വെച്ചിട്ടൊരു മന്ത്രമുണ്ട് ഭഗവാന്, നാമമുണ്ട് ഒരു ഭഗവാൻ. പൂതം, വിഷ്ണു സഹസ്രനാമം നിങ്ങൾ ചൊല്ലി നോക്കൂ. വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യഭവൽ പ്രഭു ഭൂതഗത് ഭൂതഭത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മ. ഏതാണ്? ഭൂത ആത്മ. പൂതം എന്നതിന് പവിത്രം, പരിശുദ്ധം എന്നാണ്. പൂതം, പൂതന എന്ന് പറഞ്ഞാൽ പരിശുദ്ധമല്ലാത്തത്, പവിത്രമല്ലാത്തത് നർത്തെടുക്കണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ഭഗവാൻ കണ്ണടച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പവിത്രമല്ലാത്ത പൂതനയെ കണ്ട് ഭഗവാൻ കണ്ണടച്ചു. അപ്പൊ ഭഗവാൻ എപ്പോഴാ കണ്ണു തുറക്കുക? പവിത്രമായതിലേക്ക് ഭഗവാൻ കണ്ണു തുറക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എടുക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ കൂട്ടിച്ചോർത്ത് വായിക്കുക നിങ്ങൾ. ഇപ്പോൾ നമ്മൾ പവിത്രമല്ലാത്ത വാസനയിൽ കുരുങ്ങിക്കിടക്കുന്നതാണ് നമ്മുടെ മനസ്സ്. മനസ്സും വാസനയും എന്ന് പറയുന്നത് നമ്മളൊരു ഗ്ലാസിനകത്ത്, കുപ്പിയുടെ ഗ്ലാസിനകത്ത് ചുവന്നതോ അല്ലെങ്കിൽ മഞ്ഞ നിറയോ ഏതെങ്കിലും ഒരു വെള്ളം ഒഴിച്ചാൽ, കളർ വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ആ ഗ്ലാസിന്റെ നിറം ഏതാണ്?
ചുവപ്പാണെന്നുള്ളതാണ്, അല്ലേ? എന്നാൽ വാസ്തവത്തിൽ ഗ്ലാസിനും നിറത്തിനും തമ്മിൽ അവർക്ക് പറയൂ ഒരു ബന്ധവുമില്ല. ഇപ്പൊ നിങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രമൊക്കെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്, വൈറ്റ് ക്ലോത്ത് ആണത്. പിന്നീടാണ് അതിൽ പലതരത്തിലുള്ള ഡൈകൾ ചെയ്ത് കളറാക്കുക, ആണോ? ഇതിനെ കംപ്ലീറ്റ് ബ്ലീച്ച് ചെയ്താൽ, ഇതിന് പൂർണ്ണമായിട്ട് ബ്ലീച്ച് ചെയ്താൽ പിന്നെ എന്തായിരിക്കും ഇതിന്റെ കളറ്? വൈറ്റ് തന്നെയാണ്. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ കളറുകളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും ആ വൈറ്റിനെ വീണ്ടും നമുക്ക് കളറിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കും എന്നർത്ഥെടുക്കുക. മനസ്സിലാവുണ്ടോ? ഇതുപോലെയാണ് മനസ്സും വാസനയും. അനുഷ്ഠാനം എന്ന ബ്ലീച്ചിങ് കൊണ്ട് മനസ്സിനെ വാസനയിൽ നിന്നും എന്ത് ചെയ്യാം? അപ്പൊ അടിസ്ഥാനമായി നമ്മൾ ആരും ദുഃഖികളോ ദുരിതമുള്ളവരോ അല്ല. പിന്നെന്താണ് ഈ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നമ്മളെ അലട്ടുന്നത്? കാരണം വാസനകളുമായി, മനസ്സിലെ ഈ ദുർബല ചിന്തകളുമായി, ടെൻഷനുമായി, സ്ട്രെസ്സുമായി, വേണ്ടാത്ത ചിന്തകളുമായി നമ്മുടെ മനസ്സങ്ങനെ പിരിമുറുക്കത്തിലിരിക്കുകയാണ്, കെട്ടിപ്പിണഞ്ഞിരിക്കുകയാണ്, അല്ലേ? ഈ കെട്ടിപ്പിണക്കത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ കെട്ടുബന്ധങ്ങളിൽ നിന്നും മനസ്സിനെ എന്ത് ചെയ്യണം? അതിനെ അങ്ങോട്ട് വേർപ്പെടുത്തിയെടുക്കുക. ഈ വേർപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ ദുരിതത്തിൽ നിന്ന് മുക്തരാവുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ആരുടെ നേരെയാണ് ഭഗവാൻ കണ്ണു തുറക്കുക? ഭഗവാൻ കണ്ണു തുറക്കുന്നത് ആരാണോ തൻ്റെ മനസ്സിനെ നിരന്തരമായ പരിശീലനത്തിലൂടെ ആ ബന്ധനങ്ങളിൽ നിന്നും വേർപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അവരുടെ നേരെ ഭഗവാൻ കണ്ണ് ഉറക്കെ പറയൂ തുറക്കുള്ളൂ. അല്ലാത്തവരൊക്കെ വെറുതെ തൊഴുതു പോവാം എന്ന് മാത്രം. ശരിക്കും കണ്ണു തുറക്കുക അവരുടെ നേരെയാണ്. ഗീതയിൽ 9-ാം അധ്യായത്തിൽ 27-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നു, താൻ ആരുടെ നേരെയാണ് കണ്ണു തുറക്കുക? ഗീതയിൽ 9-ാം അധ്യായം 27-ാമത്തെ ശ്ലോകമായിരിക്കും. സമൂഹം സർവഭൂതേഷു 27-നെയാണോ? 29-ആണോ? 27-ആണോ? 29. സമൂഹം സർവഭൂതേഷു നമേ ദ്വേഷോസ്തി ന പ്രിയ യേ ഭജന്തി മാം ഭക്ത്യാ മൈതേ തേഷു ചാപ്യഹം എന്ന ശ്ലോകം. ഭഗവാൻ പറയുന്നു, സത്യത്തിൽ എനിക്ക് ആരോടും നമേ ദ്വേഷം നമേ പ്രിയം നാസ്തി, ആരോടും പ്രത്യേകിച്ച് എനിക്ക് ദ്വേഷമോ ആരോടും എനിക്ക് ഒക്കെ പറയൂ പ്രിയവുമില്ല. എന്നാൽ പിന്നെ ഞാൻ ചിലവരുടെ നേരെ കണ്ണടയ്ക്കുന്നു, ചിലവരുടെ നേരെ കണ്ണ് തുറക്കുന്നു എന്നൊക്കെയാണല്ലോ. ശരിയാണ്. ഏ ഭജന്തിതു മാം ഭക്തിയ, ആരാണോ ഭക്തിയോടെ എന്നെ, ഉറക്കെ കേൾക്കണം, ആരാണോ ഭക്തിയോടെ എന്നെ ഭജിക്കുന്നത്, നമുക്ക് ആവർത്തിക്കുകയാണ് ആ വാക്ക്, ആ ഭജിക്കുന്നവരുടെ നേരെ ഞാൻ കണ്ണു തുറക്കും. അഹം തേഷു, അവരെന്നിലും ഞാൻ അവരിലുമാണ്. അപ്പം വെറുതെ നാമജപമില്ലാതെ തൊഴുതുപോയത് കൊണ്ട് കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ നോക്കൂ, അങ്ങനെ തൊഴുതുപോയത് കൊണ്ട് ഭഗവാൻ ഒരിക്കലും കണ്ണ് ഉറക്കെ പറയൂ തുറക്കില്ല. എന്തുകൊണ്ട് തുറക്കുന്നില്ല? കാരണം മനുഷ്യന്റെ മനസ്സ് അവന്റെ ദുർബലതകളോട് ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നിടത്തോളം കാലം ഭഗവാൻ കണ്ണ് തുറന്നിട്ടും കാര്യമില്ല. കാരണം നിങ്ങൾ അതിൽ കുരുങ്ങിക്കിടക്കാണ്. നേരെ മറിച്ച് നിങ്ങൾ നിരന്തരം പരിശീലനം ചെയ്യുന്നവരാണെങ്കിൽ ഭഗവാൻ കണ്ണു തുറക്കും. കാരണം നിങ്ങൾ ക്രമേണ ബന്ധനത്തിൽ നിന്നും മുക്തരായി അവസാനം നിങ്ങളെ ആരിലേക്കെത്തും? ഭഗവാനിലേക്കെത്തും. അതുകൊണ്ടാണ് ഭഗവാൻ വെറുതെ തൊഴുതു പോവരുത് എന്ന് പറഞ്ഞത്. നിങ്ങളൊക്കെ ഈ കാര്യം ഉൾക്കൊണ്ടാൽ പിന്നെ നിങ്ങൾക്ക് വെറുതെ തൊഴുതു പോകാൻ തോന്നില്ല. ഞാൻ ഭാഗവതത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ബ്ലൈൻഡ് ബിലീഫ് ഇല്ല. സത്യത്തിൽ ഈ ഭാഗവതം തന്നൊരു ഉറപ്പാണത്. ഭാഗവതത്തിൽ
ദശമസ്കന്ധത്തിൽ 84 അധ്യായത്തിൽ 13 ശ്ലോകം. അതെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അമ്പലങ്ങളുടെ മുന്നിലൊന്ന് എഴുതി വെക്കണമെന്ന്. പക്ഷെ ദേവസ്വം ബോർഡുകൾ സമ്മതിക്കില്ല. കാരണം അവരുടെ വരുമാനത്തെ ഇത് കാര്യമായി ബാധിച്ചു കളയും. ഭാഗവതത്തിലെ 10 സ്കന്ധത്തിൽ 84 അധ്യായത്തിൽ 13 ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ കാണാൻ വന്ന വേദവ്യാസ മഹർഷി, നാരദ മഹർഷി, ദുർവാസ മഹർഷി, നിരവധി മഹർഷിവര്യന്മാർ അവരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. പറയും, സാധുക്കളോട്, മഹാന്മാരോട് സംസാരിക്കുമ്പോഴാണ് ഭഗവാൻ ഈ ടോപ്പിക്ക് കൊണ്ടുവരുന്നത്. ഭഗവാൻ പറയുന്നു, യസ്യാത്മബുദ്ധി കുണപേത്രിതാതുകേ സ്വദീ കളത്രാദിഷു ഭൗമയിച്ചതി. ഈ ശ്ലോകം നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണേ. ഇത് നിങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കും. യസ്യാത്മബുദ്ധി കുണപേത്രിതാതുകേ സ്വദീ കളത്രാദിഷു ഭൗമയിച്ചതി യത്തീർത്ഥബുദ്ധി സലിലേന കരിജിൽ ജനേഷു അഭിജ്ഞേഷു. എന്താണ്? ജനേഷു അഭിജ്ഞേഷു സ ഏവ ഘോകരാണ്. അർത്ഥം ഇതാണ്. യസ്യ ബുദ്ധി, ആരുടെ ബുദ്ധിയാണോ, ആരുടെ മനസ്സാണോ, കുണപം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. ഈ ശരീരത്തിനെ കുണപം എന്ന് വിളിക്കും, ശവം എന്ന് പറയും. ഈ ശവമാവാൻ പോകുന്ന ഈ ശരീരത്തിൽ മനസ്സ് വെച്ച്, അതായത് താൻ ഒരു ആണോ പെണ്ണോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ എന്നൊക്കെ രീതിയിൽ മാത്രം കരുതി, അതായത് താൻ ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ച് എന്താ ചെയ്യുന്നത്? സ്വദീ കളത്രാദിഷു ഭൗമ ഈ ജതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തൻ്റെ ഭാര്യ, മക്കള്, കുടുംബം, ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തീർത്ഥബുദ്ധി എവിടെ പോകുന്നു? അമ്പലങ്ങളിലൊക്കെ പോകുന്നു. അപ്പം താൻ ഒരു ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് കരുതി ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ മക്കളോ അച്ഛനോ ഈ പ്രാരബ്ധങ്ങളൊക്കെ വെച്ചുകൊണ്ട് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും സ്വത്തിനും പണത്തിനും വീടിനൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാനായി എവിടെ പോണു? തീർത്ഥബുദ്ധി. തീർത്ഥബുദ്ധി പറഞ്ഞാൽ തീർത്ഥസ്ഥലങ്ങളിൽ. തീർത്ഥസ്ഥലം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാനായി പോകുന്നു. എവിടെ പോകുന്നില്ല? ജനേഷു അഭിജ്ഞേഷു, അഭിജ്ഞന്മാരായ മഹാന്മാരിൽ നിന്ന് ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അന്ധമായ ഒരു പ്രാർത്ഥനയും കൊണ്ട് അങ്ങനെ പോകുന്ന ആളുകൾ, തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്നവര് സ ഏവ ഗോകര, അവരാണ് കഴുതകൾ എന്നാണ് പറയുന്നത്. അമ്പലത്തിൽ പോകുന്നവരെ കഴുത എന്ന് വിളിച്ച അവതാരമൂർത്തിയാണ് കൃഷ്ണൻ. അതെനിക്ക് വലിയൊരു ഞെട്ടലുണ്ടാക്കിയൊരു ശ്ലോകമാണത്. അമ്പലത്തിൽ പോകുന്നവരെ കൃഷ്ണൻ തന്നെ കഴുത എന്ന് വിളിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? നിങ്ങൾ എങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അങ്ങനെ ശ്ലോകം ഭാഗവതത്തിലുണ്ടെന്ന്? നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ വ്യാഖ്യാനം എടുത്ത് നോക്കൂ നിങ്ങൾ. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പോകുന്നൊരു ഭക്തനെ ഭഗവാൻ പറയൂ കഴുത എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ ശ്ലോകം അമ്പലത്തിൻ്റെ മുന്നിൽ എഴുതി വെച്ചാൽ അർത്ഥം അറിയാതെ എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. കാരണം ഒരുവിധം പൊട്ടനൊന്നത് മനസ്സിലാവില്ല. ഇതിൻ്റെ അർത്ഥസഹിതം അവിടെ എഴുതി വെച്ചാൽ അമ്പലത്തിലെ അവസ്ഥ എന്തായിരിക്കും? സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ വരികളാണത്. എൻ്റെ ഒരു തരത്തിലുള്ള ഞാനതിനൊന്ന് മലയാളത്തിലാക്കി എന്നല്ലാതെ നിങ്ങളതിൻ്റെ അർത്ഥം എടുത്ത് നോക്കൂ. പണ്ഡിറ്റ് ഗോപാലൻ നായരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം എന്താ പറയുന്നത്? എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നാം അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനല്ല, അമ്പലത്തിൽ പോകുന്നത് ഭജന്തിതുമാം ഭക്തിയാ. നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ കിട്ടുന്ന സമയം കൊണ്ട് ആ അന്തരീക്ഷത്തെ പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ മനസ്സിനെ എത്ര കണ്ട് നാമത്തിലേക്ക് ഉയർത്തി, ഒരു അനന്യ ചിന്തയില്ലാതെ നാമത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എനിക്ക് മനോബലം നേടണം, എങ്കിലേ എനിക്ക് വാസനയുടെ പിടിയിൽ നിന്നും
പുറത്ത് കടക്കാൻ പറ്റുള്ളൂ. എങ്കിലേ എനിക്ക് ഗുരുവായൂരപ്പനോട് കൂടി ചേരാൻ പറ്റുള്ളൂ. കാരണം ഞാനും ഗുരുവായൂരപ്പനും ഒന്ന് തന്നെയാണ്.